മുടി ആകെ തകർന്ന് തരിപ്പണമായി ഇരുന്നപ്പോഴാണ് ഞാൻ ഹെയർ ഓയിൽ ഉണ്ടാക്കി. ഓക്കെ, ഹെയർ ഓയിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഹെയർ ഓയിൽ മാത്രം പോരാ. നമ്മുടെ മുടി കൊഴിച്ചിട്ടുള്ള കാരണം എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ചിലപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം നമ്മുടെ ബോഡിക്കകത്തുള്ള ശരീരത്തിനകത്തുള്ള അപ്പം അകത്തുനിന്ന് നമുക്ക് ന്യൂട്രിയൻസ് വേണം മുടി വളരാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇത്. അതെ, ഒരു മാജിക് ലഡു. ഒരെണ്ണം ദിവസവും കഴിച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും, മുടി വളരും, മുടി കറുക്കും. അപ്പോൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ഈ സീഡ്സും നട്ട്സുമാണ് നമ്മൾ വറുത്ത് പൊടിച്ച് നമ്മൾ ലഡു ഉണ്ടാക്കുന്നത്. ഫ്ലാക്സ് സീഡ്സ്, അതേപോലെ തന്നെ വാട്ടർമെലോൺ സീഡ്സ്, പിന്നെ പംകിൻ സീഡ്സ്, കുറച്ച് കപ്പലണ്ടി എടുക്കാം, ആവശ്യത്തിന് ഒരുപാട് എടുക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ ആൽമണ്ട്സ്, വാൽനട്ട്, അതേപോലെ തന്നെ കാഷ്യൂനട്ട്, പിന്നെ ഉള്ളത് കറുത്ത എള്ളും വെളുത്ത എള്ളും. ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല മുടിക്ക് നറിഷ്മെൻറ്റും ബ്രേക്കേജ് ഒക്കെ മാറ്റി, ഡ്രൈനസ് ഒക്കെ മാറ്റി, ഫ്രിസിനെസ് ഒക്കെ മാറ്റി മുടിക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം തരും. മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും, മുടി കറുക്കാൻ സഹായിക്കും. കാര്യം ഇതിനകത്തൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ ബി കോംപ്ലക്സ്, അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ്, ബയോട്ടിന്, മഗ്നീഷ്യം, കോപ്പർ, സിങ്ക്. അപ്പോൾ മുടിക്ക് തന്നെ ഏറ്റവും നന്നായിട്ട് നറിഷ്മെൻറ്റ് നൽകാനുള്ള സാധനങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ മെറ്റബോളിസം, ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാനുള്ളതുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഡേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഡേറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലാതെ ഡേറ്റ് സിറപ്പായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതായത് ഒരു പാൻ എടുക്കുക, നെയ്യൊന്നും ഞാൻ തടവിയിട്ടില്ല. ആദ്യം തന്നെ നമ്മൾ ചെറിയ സീഡ്സ് എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ നട്ട്സ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ ഈ കാണുന്ന നമ്പറിൽ എല്ലാവരും വാട്സപ്പ് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അപ്പോഴേക്ക് ഇതായി കഴിഞ്ഞു കേട്ടോ. നല്ല ചൂടാണ്, ആവി പറക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് ഈ തണുക്കാൻ വേണ്ടി വെക്കാം. ചെറു ചൂടോട് കൂടി തന്നെ നമ്മൾ പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ബ്ലെൻഡറിൽ ഞാനിതാ ഡേറ്റ്സ് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കിയല്ലോ. എന്നിട്ട് നമ്മൾ ഒരു 3 സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മധുരവും നെയ്യും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 സ്പൂണാണ് ഉപയോഗിച്ചത്. അതിൽ കൂടുതൽ ഉപയോഗിക്കാം. ഡേറ്റ്സും ഞാൻ ഒരളവിനെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഭയങ്കര മധുരമൊന്നുമില്ല, ഒരു മീഡിയം, നമുക്ക് ആവശ്യത്തിനുള്ള മധുരമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയൊക്കെ മതി. കുറച്ച് ഡേറ്റ്സും ഞാൻ ഡേറ്റ് സിറപ്പും കൂടെ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡേറ്റ് സിറപ്പ് വേണ്ട, ആവശ്യമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ഉപയോഗിക്കാം. പിന്നെ തേങ്ങ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് എങ്ങനെ വേണോ ചേർക്കാം. കാര്യം ഇതിൻ്റെ ടേസ്റ്റ് കൂടും. പക്ഷേ ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മളൊരു മരുന്ന് പോലെ ഒരു ലഡു വെച്ച് കഴിച്ചാൽ മതി. ഇത് ലഡു തയ്യാർ. ഇത് ഒരെണ്ണം വെച്ച് നിങ്ങൾ ഡെയിലി കഴിച്ചാൽ മതി. ഒരുപാടൊന്നും 1, 2, 3 ലഡു പോലെ ഇരുന്ന് കഴിക്കരുത്. ഇതൊരു മധുരമല്ല, ഇതൊരു മെഡിസിനാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പീരീഡ് സമയത്ത് നിങ്ങൾ കഴിയുന്നത് ആ 3 ദിവസം കഴിക്കേണ്ട, ബാക്കിയുള്ള എല്ലാ ദിവസവും കഴിക്കാം. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി ഒക്കെ മാറ്റാനും വളരെ സഹായിക്കും.